ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിർസാസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി ബോട്ടിൽ പെയിൻറ്റിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിന്ന് ക്രിസ്മസ് തീമിലുള്ള ഒരു ബോട്ടിൽ പെയിൻറ്റിങ് ആണ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ബോട്ടിൽ പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് വൈറ്റോ ബ്ലാക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളർ നമ്മൾ ബേസ് കോട്ടായിട്ട് നമ്മൾ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് പിക്ചേഴ്സ് വരച്ചെടുക്കാറുള്ളത്. പക്ഷേ ഇത് ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ബേസ് കോട്ട് അടിക്കാതെയാണ് നമ്മൾ ഈ ഒരു പെയിൻറ്റിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയുള്ള ഒരു ഷേപ്പിലുള്ള ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അതിനെ നമ്മൾ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് നമുക്ക് വേണ്ടുന്ന പിക്ചേഴ്സ് വരച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ബ്ലാക്ക് കളർ കൊണ്ട് ഒന്നിങ്ങനെ ബോർഡർ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ അതിലേക്ക് കളർ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ മരങ്ങളും ഇതൊക്കെ ബ്ലാക്ക് അക്രിലിക് കളർ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബേസായിട്ട്, അതായത് അടിഭാഗത്ത് നമ്മൾ കൊടുത്തിട്ടുള്ളത് ബ്ലൂ കളറാണ്. ബ്ലൂവിൻ്റെ മുകളിലേക്ക് നമ്മൾ വീണ്ടും ആ ഒരു മഞ്ഞ് നിൽക്കുന്ന രീതിയിലായി കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് കളർ വെച്ചിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മലേൻ്റെ മുകളിലും ഒക്കെ നമ്മൾ ആ ഒരു മഞ്ഞ് വരുന്ന രീതിയിലായി കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് അക്രിലിക് കളർ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു മഞ്ഞ് വീണിട്ടുള്ള അതേ ഒരു എഫക്റ്റ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ട്രീൻ്റെ ബ്ലാക്ക് അക്രിലിക് കളർ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് സാഗ്രീൻ വെച്ചിട്ട് ഒന്നുകൂടി കളർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കളർ ചെയ്തെടുക്കാതെ നമ്മൾ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു കളറിങ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം അടിച്ചിട്ടുള്ള ആ ഒരു കളർ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മറ്റു കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അത് ഫുള്ളായിട്ട് ബ്ലണ്ടായിട്ട് വേറൊരു കളറായിട്ട് മാറും. അപ്പോൾ നമ്മൾ കളർ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ശ്രദ്ധിച്ച് ഉണങ്ങിയതിന് ശേഷം മാത്രം അതിൻ്റെ മുകളിലേക്ക് മറ്റ് കളേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ബോട്ടിൽ വിൻറ്റേജ് ഏരിയയിൽ ആഘോഷിക്കുന്ന ഒരു ക്രിസ്മസിൻ്റെ രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു പെയിൻറ്റിങ്. അപ്പോൾ നമുക്ക് ഇവിടെ ഡീറ്റെയിലിങ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള ഡീറ്റെയിലിംഗ് ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് ഒരു വീടും കുറച്ച് മരങ്ങളും അതുപോലെ തന്നെ ബോട്ടിലിൻ്റെ മറ്റൊരു സൈഡിൽ ഒരു മലയും അതുപോലെ തന്നെ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്ന സമയത്ത് മുറ്റത്തായിട്ട് വെച്ച് കൊടുക്കുന്ന ആ ഒരു ക്രിസ്മസ് ട്രീയും സ്നോമാനും ഒക്കെയാണ് ഞാനിവിടെ ഡീറ്റെയിലിംഗ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്രിസ്മസ് അപ്പൂപ്പന് ആകാശത്ത് നിന്ന് ആ ഒരു ഇതിലിറങ്ങി വരുന്ന രീതിയിലൊക്കെ നമുക്ക് ആ ഒരു ബോട്ടിലിൻ്റെ മുകളിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാനിവിടെ ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ഒരു പിക്കാണ് വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ കാര്യമായിട്ട് പെൻസിലൊന്നും വെച്ചൊന്നും വരച്ചിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ വെച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഡാബ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കറക്റ്റ് രീതിയിലുള്ള ആ ഒരു എഫക്റ്റ് കിട്ടും. പ്രത്യേകിച്ച് സ്നോൻ്റെ എഫക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് ഡാബ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള ആ ഒരു ലുക്കായി കിട്ടും. അപ്പോൾ നമ്മൾ വീടൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു കറക്റ്റ് ലുക്കായി കിട്ടുന്നത് വരെ നമ്മൾ അതിന് കളർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു ബോട്ടിൽ പെയിൻറ്റിങ് നമുക്ക് ജസ്റ്റ് കുറച്ച് കളേഴ്സ് മാത്രം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലായിട്ടാണ്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് തീമിലാണ് ഈ ഒരു ബോട്ടിൽ ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു കളറൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ അതിലേക്ക് വാർണിഷ് കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് ആ ഒരു പിക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു തിളക്കത്തോട് കൂടിയിട്ട് തന്നെ നിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പൊടിയൊക്കെ ആകുന്ന സമയത്ത് അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു പെയിൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വാർണിഷ് അടിച്ച് അതിനെ സെക്യൂർ ആക്കി വെക്കുക. അപ്പം നമ്മൾ ഡീറ്റെയിലിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ ഒറിജിനൽ ലുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതൊക്കെ കളേഴ്സാണോ മിക്സ് ചെയ്ത് അടിക്കേണ്ടത് ആ ഒരു രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് അടിക്കുന്ന സമയത്താണ് നമുക്ക് ആ ഒരു കറക്റ്റ് ലുക്കായി കിട്ടുക. അപ്പോൾ ഞാനിവിടെ മലകൾക്കൊക്കെ ആദ്യം ബ്ലാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം വൈറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തു. വൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിൻ്റെ അവിടെ ഇവിടെ ആയിട്ട് ആ ഒരു മല ഇങ്ങനെ കാണുന്ന രീതിയിൽ ബ്ലാക്ക് അക്രിലിക് കളർ വെച്ചിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് മലേൻ്റെ ലുക്കായി കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടിൽ പെയിൻറ്റിങ് ക്രിസ്മസ് തീം ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ ആണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് ഡോട്ടും അതിൻ്റെ താഴ്വശത്തായിട്ട് നമ്മൾ കുറച്ച് ഗിഫ്റ്റ് ബോക്സൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ക്രിസ്മസ് ആകുന്ന ആ ഒരു സമയത്ത്
അങ്ങനെ ക്രിസ്മസ് ട്രീൻ്റെ അടിയിലായിട്ട് ഒരുപാട് ഗിഫ്റ്റ് വെച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഒരു രീതിയിലാണ് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളൊരു സ്നോമാനെയും വരച്ചെടുത്തിട്ടുണ്ട്. വിൻറ്റേജ് ഏരിയയിൽ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ സ്നോമാൻ. അപ്പോൾ നമ്മളതും ആ ഒരു ബോട്ടിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ കളറിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ വാർണിഷ് അടിച്ച് സെക്യൂർ ആക്കി എടുക്കാം. ഇപ്പം നമ്മൾ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും തുടർന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, ബി സേഫ്, ടേക്ക് കെയർ.